ഹേ ഓൾ ഹോപ്പ് യു ആർ ഡൂയിങ് ഗൈഡ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ തട്ടിക്കൂട്ട് ബീഫ് കറി നോക്കാം. ആദ്യം തന്നെ ബീഫ് നന്നായിട്ട് തൈരിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അധികം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ സവാളയാണ് രണ്ട് നല്ലതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു കുക്കറിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് 2-3 ഏലക്കയും ഒരു പീസ് പട്ടി ഒരു 3-4 ഗ്രാമ്പും കൂടി ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിന് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം വഴറ്റി കൊടുത്തതിന് ശേഷം നന്നായി വാടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കഴുകി മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടുതൽ നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും പൊടി ഇടാം. നല്ല ടേസ്റ്റ് കൂട്ടും. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നമുക്ക് കുക്കർ അടിച്ചിട്ട് ഇതൊന്ന് 3-4 വിസിൽ അടിക്കുന്നവരെ കാത്തിക്കാം. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുത്ത് നല്ല കുറുകിയ ചാറ് കിട്ടും. ലാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ വെളിച്ചെണ്ണ തൂക്കി കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ തട്ടിക്കൂട്ട് ബീഫ് കറി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. വേറെ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.